Welcome students, welcome back to BK Zoology classes. So, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്നു. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെൻസ്ട്രൽ സൈക്കിളാണ്. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓഫ് പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ്, മന്ത്ലി സൈക്കിളാണ്. എന്താ പ്രൈമേറ്റ്സ് എന്ന് വെച്ചാൽ? മാൻ, ഏപ്സ്, മങ്കീസ്. മാൻ, ഏപ്സ്, മങ്കീസ് ഈ മൂന്ന് ജീവികളിലുമാണ് മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളത്. അപ്പോൾ മറ്റു ജീവികൾ റീപ്രൊഡക്റ്റീവ് സൈക്കിളിലെ ഉണ്ട്. അതിന് പറഞ്ഞ പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയും. അപ്പോൾ നിങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക മന്ത്ലി സൈക്കിൾ ഓഫ് പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സിൽ കാണുന്ന മന്ത്ലി റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ പറഞ്ഞ പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. ആൻഡ് നോൺ പ്രൈമേറ്റ്സിൽ കാണുന്ന സൈക്കിളാണ് ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ ഈസ്ട്രസ് സൈക്കിളുണ്ട്, മെൻസ്ട്രൽ സൈക്കിളുണ്ട്. ആൻഡ് നമുക്കിവിടെ മെൻസ്ട്രൽ സൈക്കിൾ. ഈ മെൻസ്ട്രൽ സൈക്കിൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്യൂറിങ് പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുക എന്ന് വെച്ചാൽ സെക്ഷുവലി മെച്ചുവേർഡ് ആവുക. സെക്ഷുവലി മെച്ചുവേർഡ് ആവുക എപ്പോഴാവുക? ഒരു ഹ്യൂമൻ ഫീമെയിൽ ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴാണ് സെക്ഷുവലി മെച്ചുവേർഡ് ആവുന്നത്. അപ്പോൾ സെക്ഷുവലി മെച്ചുവേർഡ് ആവുന്ന സമയത്ത് അവരുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന സൈക്ലിക് ചേഞ്ചസ് ഉണ്ടാവും. ആ സൈക്ലിക് ചേഞ്ചസ് വഴി മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഫസ്റ്റ് മെൻസ്ട്രുവേഷനെ, ഒരു ഹ്യൂമൻ ഫീമെയിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് മെൻസ്ട്രുവേഷനെ പറഞ്ഞ പേരാണ് മെനാർക്ക്. എന്താ പറയുക? മെനാർക്ക് എന്ന് പറയും. സോ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഇസ് നോൺ ആസ് മെനാർക്ക്. അപ്പോൾ മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോമെട്രിയം ഗ്രോസ്. യൂട്രസിൻ്റെ എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ അറ്റാച്ച്മെൻറ്റ്, ഫോർ ദ ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ. എംബ്രിയോൻ്റെ ഇംപ്ലാന്റേഷന് വേണ്ടി എൻഡോമെട്രിയം ഗ്രോ ചെയ്യുന്നു. ആൻഡ് ഇഫ് ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നില്ലെങ്കിലോ? ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നില്ലെങ്കിൽ എൻഡോമെട്രിയം ഗ്രോ ചെയ്യണ്ടല്ലോ. ആ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ബ്രേക്സ് ഓഫ് ആൻഡ് ഫ്ലോസ് ഔട്ട് ഓഫ് ദ ബോഡി. ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിൾ. എൻഡോമെട്രിയം ഗ്രോ ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ നശിച്ച് പുറത്ത് പോകുന്നു. ആൻഡ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിലോ എൻഡോമെട്രിയം ഗ്രോ ചെയ്ത് ഇംപ്ലാന്റേഷൻ ഉണ്ടാവും. ആൻഡ് അവിടെ വെച്ച് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മെൻസ്ട്രുവേഷനെ മെനാർക്ക് എന്ന് പറയും. ആൻഡ് ഈ മെൻസ്ട്രൽ സൈക്കിൾ കുറച്ച് കാലം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഹ്യൂമൻ ഫീമെയിൽ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ പറയുക? മെനോപോസ്. മെനോപോസ് എന്ന് പറയും. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ മെനാർക്ക് എന്നും സ്റ്റോപ്പ് ചെയ്യുന്നതിനെ മെനോപോസ് എന്ന് പറയും. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 10-15 വയസ്സാകുമ്പോഴാണ് പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്നത്. അപ്പോഴാണ് മെനാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു 50 വയസ്സാകുമ്പോഴാണ്. അതിനിടയ്ക്കുള്ള ഒരു 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആ സമയത്താണ് ഈ സൈക്കിൾ ഉണ്ടാവുന്നത്, മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവുന്നത്. ആ സമയത്തിന് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയാം. അപ്പോൾ ആ സമയത്താണ് റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഉള്ളത്. യെസ്, അപ്പോൾ അത്രയുമാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വെച്ചാൽ. ഇനി നമുക്ക് ഈ മെൻസ്ട്രൽ സൈക്കിളിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടും ചില ഹോർമോൺസ് ഉണ്ട്. ഏതൊക്കെ ഹോർമോൺസ് ആണ് മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ്, 2 ടൈപ്പ് ഹോർമോൺസ് ആണ് മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കതിൻ്റെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ ഹോർമോൺസ് ആണ്, ഒന്ന് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഉണ്ട്, ആൻഡ് രണ്ടാമത്തത് ഓവേറിൻ ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആൻഡ് ഓവേറിൻ ഹോർമോൺസ്. പിറ്റ്യൂട്ടറിക്കകത്തു നിന്നുണ്ടാവുന്ന ഹോർമോൺസ് ആണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ വരുന്നത് FSH ആൻഡ് LH. FSH ഉണ്ട്, LH ഉണ്ട്. ആൻഡ് ഓവറിക്കകത്തു നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഓവേറിൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ വരുന്നത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. അപ്പോൾ ഈ 4 ഹോർമോൺസ് ആണ് മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ടുള്ള FSHഉം LHഉം, അതേപോലെ ഓവറിൻ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും. യെസ്, അപ്പം നമുക്ക് ആ ഹോർമോൺസ് നോക്കാം. ആദ്യം ഫസ്റ്റ് ഹോർമോണായ പിറ്റ്യൂട്ടറി ഹോർമോണായ FSH. FSH ഈസ് ദ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആൻഡ് പ്രൊഡ്യൂസ് ചെയ്യും പിറ്റ്യൂട്ടറിയാണ്. പിറ്റ്യൂട്ടറിക്കകത്ത് നിന്നുണ്ടാകുന്ന FSHൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫോളിക്കിൾസ്. എന്താ ഫോളിക്കിൾസ് എന്ന് വെച്ചാൽ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓവറിക്കകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓസൈറ്റുകളെ കവർ ചെയ്തുകൊണ്ടുള്ള സെൽസിനെ പറഞ്ഞ പേരാണ് ഫോളിക്കിൾസ് എന്ന് പറയുന്നത്. അതാദ്യം പ്രൈമറി ഫോളിക്കിളായിരിക്കും, സെക്കൻഡറി ഫോളിക്കിളാവും, ടെർഷറി ഫോളിക്കിളാവും. ആൻഡ് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഓവത്തിനെ കവർ ചെയ്യുന്ന ഫോളിക്കിളിനെ പറഞ്ഞ പേരാണ്
ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇപ്പോൾ ഈ പിക്ചറിൽ കാണാം പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴാണ് നോക്കുക, FSHൻ്റെ മുകളിൽ കാണുന്നത് FSH ആണ്. സോ FSHൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടുന്നുണ്ട്. സോ FSHൻ്റെ ഫംഗ്ഷനാണ് സ്റ്റിമുലേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫോളിക്കിൾസ്. ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഹോർമോൺ നോക്കുക. രണ്ടാമത്തെ ഹോർമോണാണ് LH. LH ഈസ് ദ ലൂട്ടിനൈസിങ് ഹോർമോൺ. ലൂട്ടിനൈസിങ് ഹോർമോൺ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഓവുലേഷൻ. എന്താ ഓവുലേഷൻ? ഓവുലേഷൻ ഈസ് ദ റിലീസ് ഓഫ് ഓവം. ഓവത്തിന് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ എവിടെയാണ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള ഓവം അല്ലെങ്കിൽ സെക്കൻഡറി ഓവസൈറ്റ് എവിടെയുള്ളത്? ഗ്രാഫിയൻ ഫോളിക്കിളിനകത്തല്ലേ. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ ആൻഡ് ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള ഓവത്തിനെ അല്ലെങ്കിൽ ഓവസൈറ്റിനെ കവർ ചെയ്യുന്ന ഫോളിക്കിളാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ആ ഗ്രാഫിയൻ ഫോളിക്കിളിനകത്താണ് സെക്കൻഡറി ഓവസൈറ്റ് അല്ലെങ്കിൽ ഓവുള്ളത്. സോ ആ ഗ്രാഫിയൻ ഫോളിക്കിൾ വിൽ റപ്ചർ ടു റിലീസ് ദ ഓവം. അങ്ങനെയാണ് ഓവുലേഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ പിക്ചറിൽ കാണാം ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് സെക്കൻഡറി ഓവസൈറ്റിനെ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് LH. അപ്പോൾ നോക്കുക, LHൻ്റെ ഹയർ ഡോസ്, ഏറ്റവും ഹയർ ഡോസ് പിക്ചർ നോക്കുക, ഏറ്റവും ഹയർ ഡോസ് ഓഫ് LH എന്നാണ് ഉണ്ടാവുന്നത്, അപ്പോഴാണ് ഓവുലേഷൻ ഉണ്ടാവുന്നത്. യെസ്, അപ്പോൾ അത് രണ്ടുമാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. FSH സ്റ്റിമുലേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫോളിക്കിൾ സെൽസ് ആൻഡ് LH സ്റ്റിമുലേറ്റ്സ് ഓവുലേഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഹോർമോൺസ് ആണ് ഓവറിൻ ഹോർമോൺസ്. ഓവറിക്കകത്ത് ഉണ്ടാകുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. ഈസ്ട്രജൻ ഉണ്ടാക്കുന്ന ആരാ നോക്കുക. ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത് ദ ഗ്രോയിങ് ഫോളിക്കിൾസ് ആണ്. ഗ്രോയിങ് ഫോളിക്കിൾസ്. ഈ ഫോളിക്കിൾസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ പറഞ്ഞു നേരത്തെ ഓവറിക്കകത്ത് പ്രൈമറി ഫോളിക്കിളായി, സെക്കൻഡറി ഫോളിക്കിളായി, ടെർഷ്യറി ഫോളിക്കിളായി, ഗ്രാഫിയൻ ഫോളിക്കിളായി. ആ ഫോളിക്കിൾസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോളിക്കിൾസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ഉണ്ടാക്കും. ആൻഡ് ഈസ്ട്രജൻ്റെ ഫംഗ്ഷൻ എന്താ? ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡോമെട്രിയം ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. ആ പിക്ചർ നോക്കുക, ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന യൂട്രസിൻ്റെ എൻഡോമെട്രിയമാണ്. ആ എൻഡോമെട്രിയം ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത് കണ്ടോ? ആ എൻഡോമെട്രിയം ഗ്രോ ചെയ്യുന്നത് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോർമോൺ ഈസ്ട്രജൻ. ഈസ്ട്രജൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ചിട്ട് എൻഡോമെട്രിയം ഗ്രോത്ത് ഉണ്ടാകും. യെസ്. ഇനി നെക്സ്റ്റ് ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കോർപ്പസ് ലൂട്ടിയം. എന്താ കോർപ്പസ് ലൂട്ടിയം എന്ന് വെച്ചാൽ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് സെക്കൻഡറി ഓവസൈറ്റിനെ അല്ലെങ്കിൽ ഓവത്തിനെ പുറത്തേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ സെക്കൻഡറി ഓവസൈറ്റിനെ റിലീസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഇറ്റ് ഡെവലപ്സ് ടു ദ സ്ട്രക്ചർ നോൺ ആസ് കോർപ്പസ് ലൂട്ടിയം. പിക്ചർ നോക്കുക, കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ സെക്രീഷൻ ഓഫ് progesterone. So corpus luteum produces progesterone and progesterone ഫംഗ്ഷൻ എന്താ? പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാണ്. പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇറ്റ് മെയിൻറ്റെയിൻസ് ദ എൻഡോമെട്രിയം ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെ എൻഡോമെട്രിയം ഉണ്ടായല്ലോ. ഈസ്ട്രോജൻ ഇൻഫ്ലുവൻസ് കാരണം യൂട്രസിന് എൻഡോമെട്രിയം ഗ്രോ ചെയ്ത എൻഡോമെട്രിയത്തിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അവിടെയാണ് എംബ്രിയോ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ആ എൻഡോമെട്രിയത്തിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. അപ്പോൾ ഇതാണ് 4 ഹോർമോൺസ്. FSH is the follicle stimulating hormone. It stimulates the development of follicles. LH is the luteinizing hormone. It stimulates the ovulation. Estrogen is produced from growing follicles. ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡോമെട്രിയത്തിൻ്റെ യൂട്രസിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ഹോർമോൺ ഈസ് ദ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ്ഡ് ഫ്രം കോർപ്പസ് ലൂട്ടിയം. പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്താ? പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഗ്രാഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ LHൻ്റെ എമൗണ്ട് കൂടുന്നത് അപ്പോഴാണ് ഓവുലേഷൻ ഉണ്ടാവുന്നത്. ആൻഡ് FSHൻ്റെ ഫംഗ്ഷൻ ഫോളിക്കിൾസിനെ ഗ്രോ ചെയ്യാണ്. FSHൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത് കൂടിയിട്ട് വരുന്നു. ആൻഡ് ഈസ്ട്രോജൻ്റെ ഫംഗ്ഷൻ എൻഡോമെട്രിയത്തിന് ഗ്രോ ചെയ്യാണ്. ഈസ്ട്രോജൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ചിട്ടാണ് എൻഡോമെട്രിയം ഗ്രോ ചെയ്യുന്നത്. ആൻഡ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്ത് കഴിഞ്ഞാലാണ് ഉണ്ടാക്കുന്നത്? പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടാക്കുന്നത്. യെസ്, അപ്പോൾ അത്രയുമാണ് ഹോർമോണൽ കൺട്രോൾ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ദാറ്റ് ഇസ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിളിന് 4 ഫേസുകളെ ഡിവൈഡ് ചെയ്യാം. അവിടെ കാണുന്ന ഫേസുകളാണ്: ഒന്നാമത്തത് മെൻസ്ട്രുവൽ ഫേസ്,
മെൻസ്ട്രൽ ഫേസ് ആണ്. രണ്ടാമത്തത് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. മൂന്നാമത്തത് ഓവുലേറ്ററി ഫേസ് ആണ്. ആൻഡ് നാലാമത്തത് സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയും. അപ്പം 4 ഫേസുകളാണുള്ളത്. ഒന്നാമത്തെ ഫേസാണ് മെൻസ്ട്രൽ ഫേസ്, രണ്ടാമത്തെ ഫേസാണ് പ്രോലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ്, മൂന്നാമത്തെ ഫേസാണ് ഓവുലേറ്ററി ഫേസ്, നാലാമത്തെ ഫേസാണ് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ് എന്ന് പറയും. ഇപ്പം നമുക്ക് അതിൻ്റെ അടുത്തൊരു പിക്ചർ കണ്ടല്ലോ. ആ പിക്ചർ നോക്കുക. ആ ഫേസുകൾ ആ പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫേസ് മെൻസ്ട്രൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ. ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഡേ മുതൽ 3rd ഡേ അല്ലെങ്കിൽ 5th ഡേ വരെ ഉണ്ടാവും. 5th ഡേ വരെ. അപ്പോൾ അത്രയും ആ ഷെയ്ഡ് ചെയ്ത ഭാഗം കണ്ടോ, അത്രയുമാണ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മെൻസ്ട്രൽ ഫേസ് ഉണ്ടാവുന്നത്. മെൻസ്ട്രൽ ഫേസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസിലേക്ക് എൻ്റർ ചെയ്തു. അത് ഇസ് എ ഫോളിക്കുലാർ ഫേസ്. അപ്പോൾ 5ാമത്തെ ദിവസം വരെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മെൻസ്ട്രൽ ഫേസ് ആണല്ലോ. 6ാമത്തെ ദിവസം മുതൽ 13ാമത്തെ ദിവസം വരെ കാണുന്ന ഫേസാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോളിക്കുലാർ ഫേസ് ആണ്. എന്താ ഫേസ് നമുക്ക് പറയാം. ഇനി 14ാമത്തെ ദിവസം കാണുന്നതാണ് ഓവുലേറ്ററി ഫേസ്. അപ്പോൾ ഇത് പറയുന്നത് പോലെ തന്നെ ഓവുലേഷനാണ് ഉണ്ടാവുക. അപ്പോൾ 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാവുന്നതെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. അതുകൊണ്ടാണ് 13ഉം അതേപോലെ 15ഉം ഒക്കെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് സെയിം കളർ ആയിരിക്കുന്നത്. ആക്ച്വലി 14ാമത്തെ ദിവസമാണ് ഉണ്ടാവേണ്ടത്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ആ ഫേസാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ദെൻ 15ാമത്തെ ദിവസം മുതൽ ഉണ്ടാവുന്ന ഫേസാണ് സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. അത് 28ാമത്തെ ദിവസം വരെ ഉണ്ടാവും. 28ാമത്തെ ദിവസം കൊണ്ട് ആ സൈക്കിൾ അവിടെ എൻഡ് ചെയ്തു. ദെൻ 1ാമത്തെ ദിവസമാണ് ഇറ്റ് കണ്ടിന്യൂസ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മെൻസ്ട്രൽ ഫേസിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ മെൻസ്ട്രൽ ഫേസ് 1ാമത്തെ ദിവസം മുതൽ 5ാമത്തെ ദിവസം വരെ, 6ാമത്തെ ദിവസം മുതൽ 13ാമത്തെ ദിവസം വരെ ഉണ്ടാവുന്ന ഫേസാണ് ഫോളിക്കുലാർ ഫേസ്. 14ാമത്തെ ദിവസം ഓവുലേഷൻ. ആൻഡ് 15 മുതൽ 28 വരെ സെക്രീറ്ററി ഫേസ്. 28 കഴിഞ്ഞു അടുത്ത 1ാമത്തെ ദിവസമായി വീണ്ടും മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മെൻസ്ട്രൽ ഫേസിലേക്ക് നെക്സ്റ്റ് മെൻസ്ട്രൽ ഫേസിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു സൈക്ലിക് ഇവൻ്റാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവുന്നത്. ആൻഡ് നോർമലി 28 ദിവസം 28 ഡേയ്സിൻ്റെ സൈക്കിളാണ്. ചില വേരിയേഷൻസ് കുറച്ച് ദിവസം 28, 29, 30 ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ്. ഇനി നമുക്ക് 1ാമത്തെ ഫേസിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ദ മെൻസ്ട്രൽ ഫേസ്. മെൻസ്ട്രൽ ഫേസിൽ ഉണ്ടാവുന്നത് മെൻസ്ട്രൽ ഫേസ് ഉണ്ടാവണമെങ്കിൽ ഇഫ് ദർ ഇസ് നോ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നില്ല എങ്കിൽ മാത്രമാണ് മെൻസ്ട്രൽ ഫേസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെൻസ്ട്രേഷൻ മെനാർക്കി ഉണ്ടാവുമ്പോൾ നോർമലി അവിടെ മെൻസ്ട്രേഷൻ ഉണ്ടാവാം. ആ മെൻസ്ട്രേഷൻ എന്ന് വെച്ചാൽ അപ്പോൾ നമുക്കറിയാം എൻഡോമെട്രിയം ഗ്രോ ചെയ്ത് നിൽക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? എൻഡോമെട്രിയം വിചാരിക്കുന്നത് അവിടെ ഈ വരുന്ന എംബ്രിയോ വന്ന് അറ്റാച്ച് ചെയ്യും എന്ന പ്രതീക്ഷയിൽ എൻഡോമെട്രിയം ഗ്രോ ചെയ്യുകയാണ്. എൻഡോമെട്രിയം അങ്ങനെ ഗ്രോ ചെയ്യുന്നു. എൻഡോമെട്രിയം ഗ്രോ ചെയ്തു, പക്ഷേ ഫെർട്ടിലൈസേഷൻ ഉണ്ടായില്ല. യൂട്രസിലേക്ക് എംബ്രിയോ വന്ന് അറ്റാച്ച് ചെയ്തില്ല എന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യും. പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മൾ നേരത്തെ പറഞ്ഞു, കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്ന ഹോർമോണായ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻഡോമെട്രിയം ബ്രേക്ക് ചെയ്യും. എൻഡോമെട്രിയം ബ്രേക്ക് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് മെൻസ്ട്രൽ ഫേസിൻ്റെ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. നോർമലി 1ാമത്തെ ദിവസം മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്താൽ 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ 5 ദിവസം കൊണ്ട് വരെ നീണ്ടുപോകാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അപ്പോൾ 1ാമത്തെ ദിവസം മുതൽ 5ാമത്തെ ദിവസം വരെയാണ് മെൻസ്ട്രൽ ഫേസ് ഉണ്ടാവുക. എൻഡോമെട്രിയം ഗ്രോ ചെയ്ത എൻഡോമെട്രിയം അവിടെ പ്രഗ്നൻസി ഉണ്ടായിട്ടില്ല, ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ ആ എൻഡോമെട്രിയം ബ്രേക്ക് ചെയ്ത് ആൻഡ് അവിടെയുള്ള ബ്ലഡ് വെസൽസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ആ ഫ്ലൂയിഡും ആ സെൽസും കൂടി ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന, ഈ പിക്ചറിൽ കാണുന്നത് പോലെ പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഫേസിനെ പറയുന്ന പേരാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, മെൻസ്ട്രൽ ഫേസ് ഉണ്ടാവണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവാൻ പാടില്ല. ഫെർട്ടിലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മെൻസ്ട്രൽ ഫേസ് സ്റ്റോപ്പ് ചെയ്തു, മെൻസ്ട്രൽ ഫേസ് ഉണ്ടാവില്ല. ഓക്കെ, യെസ്. അപ്പോൾ നെക്സ്റ്റ് ഫേസാണ് ദ പ്രോലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും. 2 പേരുകളുണ്ട്, പ്രോലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. എപ്പോഴത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 6th ഡേ മുതൽ 13th ഡേ വരെ കാണുന്ന ഫേസിനെ പറയുന്ന പേരാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അതിനെ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്?
കാരണം ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഏത് ഫോളിക്കിൾ? പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടേർഷ്യറി ഫോളിക്കിൾ, അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആവുന്ന ആ ഓസൈറ്റിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്ന ഫേസാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പിക്ചർ നോക്കുക, ആ ഫോളിക്കിൾസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് കാണാം. ആൻഡ് ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആരാ? ഏത് ഹോർമോണാണ് ഈ ഫേസിൽ കൂടുതൽ ഉണ്ടാവുന്നത്? FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസിൽ ഓവറിൻ ഫോളിക്കിൾസ് പ്രൈമറി ഫോളിക്കിളായി, സെക്കൻഡറി ഫോളിക്കിളായി, ടേർഷ്യറി ഫോളിക്കിളായി, ഗ്രാഫിയൻ ഫോളിക്കിളായി, ആ ഫോളിക്കിൾസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു പേര് പറയുന്നുണ്ട്, പ്രോലിഫറേറ്റീവ് ഫേസ്. പ്രോലിഫറേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ദ എൻഡോമെട്രിയം ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെ എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്യാം. നേരത്തെ പ്രോലിഫറേറ്റീവ് ഫേസിൻ്റെ മുമ്പുണ്ടായിരുന്ന ഫേസാണ് മെൻസ്ട്രുവൽ ഫേസ്. ആ മെൻസ്ട്രുവൽ ഫേസിൽ ഈ എൻഡോമെട്രിയം നശിച്ചു പോയില്ലേ? അപ്പോൾ ഇനി വീണ്ടും എൻഡോമെട്രിയം ഗ്രോ ചെയ്യുക. അങ്ങനെ എൻഡോമെട്രിയം ഗ്രോ ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് പറഞ്ഞ പേരാണ് പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയത്തിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാ? ഈസ്ട്രജൻ. നമുക്ക് എൻഡോമെട്രിയം ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈസ്ട്രജൻ എമൗണ്ട് കൂടുന്നുണ്ടല്ലോ. സോ എൻഡോമെട്രിയത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കുന്ന, ഈസ്ട്രജൻ്റെ എമൗണ്ട് കൂടുന്ന എൻഡോമെട്രിയത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഫേസാണ് സോ നോൺ ആസ് പ്രോലിഫറേറ്റീവ് ഫേസ്. ഇപ്പോൾ ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഓൺ ദ 6th day ആൻഡ് ലീഡ്സ് അപ് ടു 13th day. 6ാമത്തെ ദിവസം മുതൽ 13ാമത്തെ ദിവസം വരെ ഉണ്ടാവുന്ന ഫേസാണ് പ്രോലിഫറേറ്റീവ് ഫേസ്. യെസ്, പ്രോലിഫറേറ്റീവ് ഫേസിൽ ഉണ്ടാവുന്നത് എൻഡോമെട്രിയത്തിൻ്റെ പ്രോലിഫറേഷനും അതേപോലെ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയാൻ കാരണം ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന ഗ്രോ ചെയ്യുന്ന ഫേസാണ് സോ നോൺ ആസ് ദ ഫോളിക്കുലാർ ഫേസ്. അപ്പോൾ ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. ദ നെക്സ്റ്റ് ഫേസ്, 3ാമത്തെ ഫേസാണ് ഓവുലേറ്ററി ഫേസ്. ഓവുലേഷൻ ഉണ്ടാവും. അപ്പോൾ ഓവുലേഷൻ ഉണ്ടാവുന്നത് നോർമലി 14th ഡേയിലാണ്. 13th ഡേ വരെ ഉണ്ടാവുന്ന ഫേസ് ആയിരുന്നു നേരത്തെ പറഞ്ഞ പ്രോലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ്. ദെൻ 14th ഡേ, ആ ഒരു ദിവസം, ഒറ്റ ദിവസം മാത്രമാണ് ആ ഫേസിലുള്ളത്, 14th ഡേ. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയ ഫേസ് എന്ന് പറയാം 14th ഡേയിലാണ്. പക്ഷേ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. 14th ഡേ എന്ന് പറയുമ്പോൾ 14ാമത്തെ ദിവസം കൃത്യമായിട്ട് ഓവുലേഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം, ഡിപ്പെൻഡ്സ് ഓൺ ദ ബോഡി കണ്ടീഷൻസ്. അപ്പോൾ 14th ഡേ ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ 14th ഡേയിൽ ഓവുലേഷൻ ഉണ്ടാവണം. ഓവുലേഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോർമോൺ LH. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു LHൻ്റെ ഫംഗ്ഷനാണ് ഓവുലേഷൻ ഉണ്ടാക്കുന്നത്. സോ LH വന്ന് ഓവുലേഷൻ ഉണ്ടാക്കണം. ഓവുലേഷൻ ഈസ് ദ റിലീസ് ഓഫ് ഓവം. അല്ല, ആക്ച്വലി സെക്കൻഡറി oocyte ആണ്. ഈ സെക്കൻഡറി oocyte ഉള്ളത് എവിടെയാണ്? ഗ്രാഫിയൻ ഫോളിക്കിളിനകത്താണ്. സെക്കൻഡറി oocyte കവർ ചെയ്തുകൊണ്ടുള്ള ഫോളിക്കിളിനെ പറഞ്ഞ പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിളിനകത്തുള്ള സെക്കൻഡറി oocyte പുറത്തേക്ക് റിലീസ് ചെയ്യണം. ആ സെക്കൻഡറി oocyte പുറത്തേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ്. ഗ്രാഫിയൻ ഫോളിക്കിളിനെ റപ്ചർ ചെയ്യണം. ആൻഡ് അതിനുവേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണാണ് LH. സോ LHൻ്റെ ഹയർ ഡോസ് എപ്പോഴാണ് ഉണ്ടാവുക? അന്നാണ് ഓവുലേഷൻ ഉണ്ടാവുക. അതിനെ പറഞ്ഞ പേരാണ്, ആ ഹയർ ഡോസിനെ പറഞ്ഞ പേരാണ് LH സർജ്. LH സർജ് എന്ന് പറയും. അപ്പോൾ LH സർജ് ഉണ്ടാവുന്ന ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാവുക. സോ LH സർജ് ഉണ്ടാകുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ടു റിലീസ് ദ സെക്കൻഡറി oocyte. ആ ഫേസിനെ പറഞ്ഞ പേരാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി നെക്സ്റ്റ് ഫേസ് ആണ് സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയും. ഓവുലേഷൻ കഴിഞ്ഞു, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവത്തിനെ, സെക്കൻഡറി oocyte പുറത്തേക്ക് റിലീസ് ചെയ്തു. ആ സെക്കൻഡറി oocyte ഫെലോപ്പിയൻ ട്യൂബ് പിടിച്ചെടുക്കുകയും സെക്കൻഡറി oocyte ഫെലോപ്പിയൻ ട്യൂബിനകത്തേക്ക് കയറുമ്പോൾ അവിടേക്ക് സ്പേം വരികയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും, നമുക്കറിയാം. യെസ്, ആ സമയത്ത് സെക്കൻഡറി oocyte റിലീസ് ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടല്ലോ, ദ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ഡെവലപ്സ് ടു ദ സ്ട്രക്ചർ നോൺ ആസ് കോർപ്പസ് ലൂട്ടിയം. നമുക്ക് ആ പിക്ചറിൽ കാണാം, കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്തു. അങ്ങനെ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്തു കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസസ് ദ ഹോർമോൺ പ്രൊജസ്റ്റിറോൺ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്തു, ലൂട്ടിയൽ ഫേസ് ആണ്. ആൻഡ് ഇറ്റ് സെക്രീറ്റ്സ് ദ ഹോർമോൺ പ്രൊജസ്റ്റിറോൺ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. സോ നോൺ ആസ് സെക്രീറ്ററി ഫേസ്. എന്താ ഈ പ്രൊജസ്റ്റിറോൺ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് മെയിൻറ്റെയിൻസ് ദ എൻഡോമെട്രിയം. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടായി, യൂട്രസിന് എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേ സമയത്ത് ഫെലോപ്പിയൻ ട്യൂബിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വന്ന് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ സെക്രീഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അവിടെ വെച്ച് മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നു.
ആൻഡ് ഇഫ് ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നില്ലെങ്കിലോ കോർപ്പസ് ലൂട്ടിയം ഒക്കെ ഡെവലപ്പ് ചെയ്തല്ലോ. ആൻഡ് ദിസ് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ് ടു സ്ട്രക്ചർ നോൺ ആസ് കോർപ്പസ് ആൽബിക്കൻ. എന്താണ്ടാവുക? കോർപ്പസ് ആൽബിക്കൻ ഉണ്ടാവും. കോർപ്പസ് ലൂട്ടിയം ഇല്ല അപ്പോടെ. അപ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് സെക്രീറ്റ്സ് ദ ഹോർമോൺ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടാക്കല്ലേ. പ്രൊജസ്ട്രോൺ ഹോർമോൺ സ്റ്റോപ്പ് ചെയ്തില്ലേ? കാരണമാണ് കോർപ്പസ് ലൂട്ടിയം ഇല്ല. സോ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് എൻഡോമെട്രിയം ബ്രേക്സ് ആൻഡ് ദ ഫ്ലോസ് ഔട്ട് ഓഫ് ദ ബോഡി വിത്ത് അവിടെയുള്ള ഫ്ലൂയിഡ്, ബ്ലഡ് എല്ലാം പുറത്തു പോകുന്നു. ആ ഒരു ഫേസിനെ പറഞ്ഞ പേരാണ് ഫസ്റ്റ് ഫേസായ മെൻസ്ട്രൽ ഫേസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുക മെൻസ്ട്രൽ ഫേസിലേക്ക് പോയി. കാരണം എന്താ? ഇവിടെ പ്രഗ്നൻസി ഉണ്ടാവുന്നില്ല. സോ ഈ മെൻസ്ട്രൽ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം അടുത്ത ഫേസിന് സമയത്ത് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി ഓവത്തിനെ റിലീസ് ചെയ്യണം. അതിനുവേണ്ടി എൻഡോമെട്രിയം വീണ്ടും ഗ്രോ ചെയ്യണം. അപ്പോൾ ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. യെസ്, അപ്പോൾ അതാണ് സെക്രട്ടറി ഫേസ് എന്ന് പറഞ്ഞാൽ. അതായത് ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ സെക്കൻഡറി oocyte റിലീസ് ചെയ്തിട്ടുള്ള ഗ്രാഫിൻ ഫോളിക്കിൾ, റപ്ചേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ ഡെവലപ്സ് ദ സ്ട്രക്ചർ നോൺ ആസ് corpus luteum and it secretes the hormone progesterone which is essential to maintain the endometrium of uterus and thereby maintains the pregnancy. അപ്പോൾ അതാണ് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രട്ടറി ഫേസ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പറയേണ്ടതാണ്, ഇഫ് ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നില്ല എങ്കിൽ the corpus luteum degenerates to structure known as corpus albicans. ആയി. കോർപ്പസ് ലൂട്ടിയം ഇല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്തു. എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ദാറ്റ് എൻഡോമെട്രിയം ബ്രേക്സ് ഓഫ്. ആ എൻഡോമെട്രിയം ബ്രേക്ക് ചെയ്ത് ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് മെൻസ്ട്രുവേഷൻ. ഫസ്റ്റ് ഫേസായ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഫേസായ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. യെസ്, ഇപ്പോൾ ഈ പിക്ചർ നോക്കുക. അതിനകത്ത് കാണാം ആ സൈക്ലിക് മൂവ്മെൻ്റ് ആണ്. 1ാമത്തെ ദിവസം മുതൽ 5ാമത്തെ ദിവസം വരെയുള്ള മെൻസ്ട്രൽ ഫേസ്. 5ാമത്തെ ദിവസം കഴിഞ്ഞാൽ നേരെ 6ാമത്തെ ദിവസമുള്ള പ്രോലിഫറേറ്റീവ് ഫേസിലേക്ക് കയറി. 6ാമത്തെ ദിവസം മുതൽ 13ാമത്തെ ദിവസം വരെ. 14ാമത്തെ ദിവസം ഓവുലേറ്ററി ഫേസ്. 14ാമത്തെ ദിവസം ഓവുലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ സെക്രട്ടറി ഫേസിലേക്ക് കയറി. 15ാമത്തെ ദിവസം സെക്രട്ടറി ഫേസ് എൻ്റർ ചെയ്യുന്നത് 28ാമത്തെ ദിവസമാണ്. ആൻഡ് അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വെച്ച് മെൻസ്ട്രൽ സൈക്കിൾ തൽക്കാലം ടെമ്പററി സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ഫെർട്ടിലൈസേഷൻ ഇല്ലെങ്കിൽ 28ാം ദിവസം കഴിഞ്ഞ് നേരെ 1ാമത്തെ ദിവസം അടുത്ത ഫേസായ മെൻസ്ട്രൽ ഫേസിലേക്ക് എൻ്റർ ചെയ്യുന്നു. വീണ്ടും സൈക്ലിക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ മന്ത്ലി സൈക്കിളായിട്ടുള്ള 28 ഡേയ്സിൻ്റെ, നോർമലി 28 ഡേയ്സിൻ്റെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. നോർമലി 28 ഡേയ്സിൻ്റെ സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ അത്രയുമാണ് മെൻസ്ട്രൽ സൈക്കിൾ. നമുക്കൊന്നും കൂടി സ്പീഡിൽ പറയാം. 1ാമത്തെ ഫേസാണ് മെൻസ്ട്രൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ാമത്തെ ദിവസം മുതലാണ്. 3 അല്ലെങ്കിൽ 5 ദിവസം വരെയാണ് ഈ മെൻസ്ട്രൽ ഫേസ് ഉണ്ടാവുക. ആ സമയത്ത് എൻഡോമെട്രിയം ഗ്രോ ചെയ്ത് നിൽക്കുന്ന എൻഡോമെട്രിയം ബ്രേക്സ് ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ദ ബോഡി. ആ ഒരു ഫേസിനെ പറഞ്ഞ പേരാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. 1ാമത്തെ ദിവസം മുതൽ 5ാമത്തെ ദിവസം വരെയാണ് മെൻസ്ട്രൽ ഫേസ് ഉണ്ടാവുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ഇഫ് ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ. ഇനി 6ാമത്തെ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയും 13ാമത്തെ ദിവസം വരെ ഉണ്ടാകുന്ന ഫേസാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അതിന് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും, പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്? ഫോളിക്കിൾസിനെ ഗ്രോ ചെയ്യുന്ന, ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഫേസാണ്. ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഏത് ഹോർമോണാണ്? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആ ഫോളിക്കിൾസ് ഗ്രോ ചെയ്തു. ഇനി പറഞ്ഞ വേറൊരു ഫേസ് പേരാണ് പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. എന്തുകൊണ്ടാണ് പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്? കാരണം ആ സമയത്ത് എൻഡോമെട്രിയത്തിൻ്റെ ഗ്രോത്ത് ആണ്, എൻഡോമെട്രിയത്തിൻ്റെ പ്രോലിഫറേഷനാണ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോർമോൺ ഈസ്ട്രജൻ. അപ്പോൾ ആ ഒരു ഫേസിനെയാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. 6ാമത്തെ ദിവസം മുതൽ 13ാമത്തെ ദിവസം വരെ. ദെൻ നെക്സ്റ്റ് ഫേസാണ്, 3ാമത്തെ ഫേസാണ് ഓവുലേറ്ററി ഫേസ്. ഓവുലേഷൻ ഉണ്ടാവുന്നു ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോർമോൺ LH. ദ പിറ്റ്യൂട്ടറി ഹോർമോണായ LHൻ്റെ ഇൻഫ്ലുവൻസിലാണ്. ആൻഡ് LHൻ്റെ ഇൻഫ്ലുവൻസിൽ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ടു റിലീസ് ദ ഓവം അല്ലെങ്കിൽ സെക്കൻഡറി oocyte ഓവത്തിനെ അല്ലെങ്കിൽ സെക്കൻഡറി oocyte റിലീസ് ചെയ്യാൻ വേണ്ടി ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്ന ഫേസിനെയാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോർമോൺ LH. The next phase is the സെക്രട്ടറി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയും. അതാണ് 4ാമത്തെ ഫേസ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഓൺ ദ 15th ഡേ ആൻഡ് ലീഡ്സ് അപ് ടു 28th ഡേ. അപ്പോൾ ഓവുലേഷൻ നടന്നു, ഓവത്തിനെ സെക്കൻഡറി oocyteനെയാണ് പുറത്തേക്ക് റിലീസ് ചെയ്തു. ദെൻ ദ റപ്ചേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ ഇറ്റ് ഫോംസ് ദ സ്ട്രക്ചർ നോൺ ആസ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്തു. ആ കോർപ്പസ് ലൂട്ടിയത്തിൽ എന്താവുന്ന ഹോർമോണാണ്
പ്രൊജസ്ട്രോൺ ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ സമയത്ത് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോഡ് ഡെവലപ്പ് ചെയ്യുകയും അത് വന്ന് യൂട്രസിൽ ഇംപ്ലാന്റേഷൻ ഉണ്ടാവുകയും അങ്ങനെ പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും പ്രൊജസ്ട്രോൺ. ആൻഡ് ഇഫ് ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ then the corpus luteum degenerates to corpus albicans. Corpus luteum നശിച്ച് corpus albicans ആയിട്ട് മാറും. corpus luteum നശിച്ച് corpus albicans ആയി മാറിക്കഴിഞ്ഞാൽ corpus luteum ഉണ്ടാക്കുന്ന ഹോർമോൺ അല്ലേ പ്രൊജസ്ട്രോൺ. സോ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്തില്ലേ? പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക? എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് എൻഡോമെട്രിയം ബ്രേക്സ് ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ദ ബോഡി. ആ ഒരു ഫേസിനെ പറഞ്ഞ പേരാണ് ഒന്നാമത്തെ ഫേസായ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ടിൽ എ പ്രഗ്നൻസി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വെച്ച് മെൻസ്ട്രൽ സൈക്കിളിനെ ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്യും. പ്രഗ്നൻസിക്ക് ശേഷം അവിടെ പാർച്ചുറേഷൻ കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ആ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. സാധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷയ്ക്ക് സാധാരണ വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ഹോർമോൺ. ഇപ്പോൾ നോക്കുക, ഇവിടെ 4 ഹോർമോൺസ് കാണാം. നമ്മൾ ഓൾറെഡി പറഞ്ഞത് FSH, LH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അങ്ങനെ 4 ഹോർമോൺസ് ആണ്. FSHും LHുമാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്, അതുപോലെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണുമാണ് ഓവറിൻ ഹോർമോൺസ്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ നോക്കുക. FSH is the follicle stimulating hormone. It stimulates the development of follicles, ovarian follicles. LH is the luteinizing hormone. It stimulates ovulation. ഇനി ഓവറിൻ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ ഉണ്ടാക്കുന്നതാരാ? ഗ്രോയിങ് ovarian follicle produces the hormone estrogen, and the estrogen stimulates the development of endometrium development ആണ്. ഇനി രണ്ടാമത്തെ ഹോർമോണായ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നതാരാ? കോർപ്പസ് ലൂട്ടിയം ആണ്. ആൻഡ് പ്രൊജസ്ട്രോണിൻ്റെ ഫംഗ്ഷൻ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് നോക്കാം. ഈ ഗ്രാഫിൽ ആദ്യം കാണുന്നത് പിറ്റ്യൂട്ടറി ഹോർമോണാണ്. പിറ്റ്യൂട്ടറി ഹോർമോണായ FSHൻ്റെ ഫംഗ്ഷൻ എന്താ? ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ നോക്കുക, ഈ പിക്ചർ നോക്കുക. ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണാണ് FSH. ആൻഡ് LH is the luteinizing hormone. അത് ഓവുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. സോ 14th ഡേയിൽ ഹയർ ഡോസ് ഉണ്ടാകുന്ന ഹോർമോണാണ് LH. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു, ഇങ്ങനെ ഗ്രാഫ് വന്നിട്ട് ഇതിൽ ഏതാണ് LH, ഏതാണ് FSH എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഏതാണ് എയും ബിയും വന്നിട്ട് ഏതാണ് ബി ഏതാണ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടാണ് 14th ഡേയിലാണ് ഓവുലേഷൻ ഉണ്ടാകുന്നത്. ആ 14th ഡേയിൽ ഹയർ ഡോസ് ഉണ്ടാകുന്ന ഹോർമോണാണ് LH, മറ്റേ ഹോർമോണാണ് FSH. ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഓവറിൻ ഹോർമോൺ നോക്കിയാലോ? ഓവറിൻ ഹോർമോൺ നോക്കുക. ഇതും ഈ പിക്ചർ നോക്കുക. ഈ പിക്ചർ എങ്ങനെയാണ് വരുന്നത്? പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടാകുന്നത് ഓവുലേഷന് ശേഷമാണ്. ഓവുലേഷന് ശേഷം 14th ഡേക്ക് ശേഷം ഹയർ ഡോസ് ഉണ്ടാകുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ആ കാര്യം കൃത്യമായിട്ട് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ പിറ്റ്യൂട്ടറി ഹോർമോണും നോക്കണം, അതേപോലെ ഓവറിൻ ഹോർമോണും നോക്കണം. പിറ്റ്യൂട്ടറി ഹോർമോണിനകത്ത് 14th ഡേയിൽ ഉണ്ടാകുന്ന ഏറ്റവും ഹയർ ഡോസ് ഉണ്ടാകുന്ന ആളാണ് LH. പിന്നെ ഹയർ ഡോസ് 14th ഡേയിൽ ഉണ്ടാകുന്നതാണ് FSH. ആൻഡ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കമ്പയർ ചെയ്യുമ്പോൾ ഈസ്ട്രജൻ്റെ ഹയർ ഡോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഓവറിൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. സോ 14th ഡേക്ക് മുൻപേ തന്നെ ഈസ്ട്രജൻ ഉണ്ടാവും. ആൻഡ് 14th ഡേക്ക് ശേഷം ഹയർ ഡോസ് ഉണ്ടാവുന്നതാണ്. കാരണം 14th ഡേ കഴിഞ്ഞ് ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് അതിനുശേഷമാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്. സോ 14th ഡേക്ക് ശേഷമാണ് ആരുണ്ടാവുന്നത്? കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുകയും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ കാര്യം കൃത്യമായിട്ട് ഓർമ്മിക്കും. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ മെൻസ്ട്രൽ സൈക്കിളാണ് പറഞ്ഞത്. സോ അത് മെൻസ്ട്രൽ സൈക്കിളും അതേപോലെ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോർമോൺസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.